2014 ശേഷം ഇപ്പോൾ ഈ ബാബറി മസ്ജിദ് വിധിയൊക്കെ വന്നതിന് ശേഷം കുറേയും കൂടി ഹിന്ദുത്വവൽക്കരണം ശക്തമായതിനു ശേഷം കേരളത്തിൽ ഇഫ്താറുകളിൽ വേറൊരു രീതി കടന്നു വന്നിട്ടുണ്ട്. അതായത് കീഴാള വിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങളൊക്കെ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇഫ്താറുകൾ നടത്തുക എന്ന് പറയുന്നൊരു രീതി ഡെവലപ്പ് ചെയ്തു. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂർ തന്നെ എഴുത്തച്ഛൻ സമാജം, ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല എഴുത്തച്ഛൻ സമാജം പോലുള്ളൊരു ഒരു എക്സ്ക്ലൂസീവായിട്ട് എഴുത്തച്ഛന്മാരെ മാത്രമുള്ള സംഘടന കഴിഞ്ഞ വർഷം അവർ ഇഫ്താർ നടത്തിയിരുന്നു. ആ ഇഫ്താറിൽ ഞാൻ പങ്കെടുത്തിരുന്നു. സുദേശം രഘു, നമ്മുടെ സുഹൃത്തുക്കളെ സുദേശം രഘു പങ്കെടുത്തിരുന്നു. അങ്ങനെ പല ആളുകളും അവർ വിളിക്കാറുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വിളിക്കാറുണ്ട്, എല്ലാവരും നടത്തിയിരുന്നു. മറ്റൊന്ന് നേരത്തെ അമ്പി സൂചിപ്പിച്ച സംഘടനയാണ് ശ്രീനാരായണ ദർശനവേദി. അവരിതുപോലെ തന്നെ വിവിധ ജാതി മത വിഭാഗങ്ങളിൽ നിന്നുള്ള സംഘടനകൾ, KPMSന്റെ ആളുകൾ, SNDPയുടെ ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, SDPയുടെ ആളുകൾ, വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ, ഇതൊക്കെ പറഞ്ഞ ജാതി യുക്തിവാദികൾ, ജാതി ഇല്ലാത്ത ആൾക്കാർ, മതമില്ലാത്ത ആൾക്കാർ, എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു ഇഫ്താർ അവർ നടത്തിയിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ ഇഫ്താർ, രാഷ്ട്രീയ നോമ്പുതുറ എന്നൊക്കെ പറഞ്ഞാൽ ശ്രീജാതി ആറ്റിങ്ങരയുടെ നേതൃത്വത്തിലാന്ന് തോന്നുന്നു അത് ആഹ്വാനമൊക്കെ ഉണ്ടായത്. എന്തായാലും അത് വലിയ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമായിരിക്കും നോമ്പെടുക്കലായിരുന്നു. അതിൽ പിന്നെ ഇഫ്താർ നടത്തിയായിരുന്നു. അപ്പം അതൊരു വലിയൊരു സംഭവമായിട്ട് കേരളീയ സമൂഹത്തിൽ അത് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ദിനത്തിലായിരുന്നു. അതാണ് ഒരു അതിനെതിരെയുള്ളൊരു അപ്പോൾ ഇസ്ലാമോഫോബിയക്കെതിരെ ഇഫ്താറുകൾ എന്ന് പറയുന്നത് പുതിയ കാലത്തെ ഒരു മുദ്രാവാക്യമായിട്ട് മാറി. അപ്പോൾ ഇസ്ലാമോഫോബിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇഫ്താറുകൾ ചെയ്തത്.